അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ മുന്നിൽ എത്തുന്ന ഭക്ഷണത്തെക്കുറിച്ച് നാം ആരെങ്കിലും ചിന്തിക്കാറുണ്ട്? ആ ഭക്ഷണം നമുക്ക് ഹലാലാണോ അതോ ഹറാമാണോ എന്നുള്ള വിവരം നാം ആരെങ്കിലും ചിന്തിക്കാറുണ്ട്? കഴിക്കുന്ന ഭക്ഷണം ഹറാമിൽ നിന്ന് പൂർണ്ണമായും മുക്തമായിരിക്കണം. ഇത് ഒരു മുഅ്മിനിക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മളിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ അത് ബാധകമായിട്ട് വരുന്ന ഒരു ദുരവസ്ഥയാണ് നമുക്ക് പിന്നെ ഉണ്ടാവുക. കാരണം ഹറാമുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായ ശരീരങ്ങൾ നരകത്തിലേക്ക് ആണ് ഏറ്റവും അടുത്തത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം നമ്മോട് ഉണർത്തിയ കാര്യമാണ് ഹലാലായ ഭക്ഷണം അത് മാത്രം കഴിക്കുക. ബഹുമാനപ്പെട്ട ഇമാം ആളം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു കൂഫയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ കൂഫയിൽ ഒരു ആട് കളവ് പോയതായി മഹാനവറുകൾ കേൾക്കാനിടയായി. അങ്ങനെ മഹാനവറുകൾ ഇത് കേട്ടപാടെ മഹാനവറുകളുടെ അന്വേഷണം ഒരു ആട് എത്ര കാലം ജീവിക്കും എന്നതായി. അങ്ങനെ ഒരു ആടിൻ്റെ ആയുഷ്കാലം അത്രയും മഹാനവറുകൾ ആട്ടിറച്ചി ഭക്ഷിച്ചില്ലായിരുന്നു അത്ര. ആട്ടിറച്ചി ഭക്ഷിക്കുകയില്ല എന്ന് മഹാനവർ ശപഥം ചെയ്തു എന്ന ചരിത്രം പറയും. അങ്ങനെ 7 വർഷത്തോളം മഹാനവറുകൾ ആട്ടിറച്ചി ഭക്ഷിച്ചതേയില്ല. എന്തായിരുന്നു ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം? മഹാനവറുകൾ മനസ്സിലാക്കി, ആ ആടിനെ ആരെങ്കിലും അറുത്ത് അത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് മറ്റുള്ള ആളുകൾ അത് വാങ്ങി പാകം ചെയ്ത് എൻ്റെ മുന്നിൽ ആ കളവ് പോയ ആടിൻ്റെ മാംസം എത്തുമോ എന്ന് ഭയന്നുകൊണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഒരു അസ്മ്, ഇങ്ങനെയുള്ള ഒരു ദൃഢനിശ്ചയം മഹാനവർക്ക് വെക്കാനുള്ള കാരണം. നാം ഒന്ന് നോക്ക്, നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ മഹാരഥന്മാരായ മഹത്തുക്കൾ എത്രത്തോളമായിരുന്നു ഇങ്ങനെയുള്ള വിഷയങ്ങളിലുള്ള അവിടെ കണിച്ചത എന്ന് ഇതിൽ നാം ഓർത്തെടുക്കേണ്ടതുണ്ട്, മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും നമ്മുടെ ഭക്ഷണം അത് പരമാവധി ഹലാലാവാൻ വേണ്ടി നാം ശ്രമിപ്പിക്കണം. നമുക്കും നമ്മുടെ മക്കൾക്കും അത് ഹലാലായി തീരുന്ന രൂപത്തിൽ അതിൻ്റെ കൈകാര്യങ്ങൾ നമ്മൾ നടത്തിയിരിക്കണം. അള്ളാഹു അതിൻ്റെ തൗഫീഖ് നമുക്കേവർക്കും നൽകിത്തരട്ടെ. ഹലാലായ ഭക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിച്ചു തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.